أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين أما بعد. ഈ ചടങ്ങിൻ്റെ അധ്യക്ഷൻ കായംകുളം നിയോജക മണ്ഡലം MSFൻ്റെ പ്രസിഡന്റ് പ്രിയപ്പെട്ട സംനാൻ എൻ, വേദിയിൽ ഈ ചടങ്ങിൻ്റെ തുടക്കം കുറിച്ച് എനിക്ക് മുമ്പ് അല്പം സംസാരിച്ച പ്രഗത്ഭനായ മുസ്ലിം ലീഗിൻ്റെ ജില്ലാ അധ്യക്ഷനും എനിക്കേറെ ആദരണീയരുമായ ബഹുമാന്യരായ എം ഇസ്മായിൽ കുഞ്ഞ് മുസ്ലിയാർ അവർകളെ, എൻ്റെ പ്രിയങ്കരനായ സുഹൃത്തും ആലപ്പുഴ ജില്ലാ മുസ്ലിം ലീഗിൻ്റെ ജനറൽ സെക്രട്ടറിയുമായ AM നസീർ സാഹിബ്, വേദിയിൽ സ്വാഗതം ആശംസിച്ച കായംകുളം നിയോജക മണ്ഡലം MSFൻ്റെ മുഖ്യ കാര്യദർശി പ്രിയപ്പെട്ട മുനവർ ഷാ എസ്, വേദിയിൽ ഇരിക്കുന്ന നേതാക്കൾ, മുസ്ലിം ലീഗിൻ്റെ ആലപ്പുഴ ജില്ലാ കമ്മിറ്റി ഉപാധ്യക്ഷൻ A ഇർഷാദ്, ജില്ലാ ഉപാധ്യക്ഷൻ OA ജബ്ബാർ സാഹിബ്, കായംകുളം നഗരസഭയുടെ വൈസ് ചെയർമാൻ PK കൊച്ചുകുഞ്ഞു സാഹിബ്, മുൻ ജില്ലാ ലീഗിൻ്റെ അധ്യക്ഷൻ KA കലാം സാഹിബ്, ജില്ലാ കമ്മിറ്റിയുടെ ട്രഷറർ H ബഷീർ കുട്ടി, MSFൻ്റെ കലാവേദി കൺവീനർ പ്രിയപ്പെട്ട TI ഷഫീഖ്, വേദിയിലിരിക്കുന്ന MSFൻ്റെ ആലപ്പുഴ ജില്ലയുടെ അധ്യക്ഷൻ PS അഷ്കർ, MSFൻ്റെ ആലപ്പുഴ ജില്ലാ ജനറൽ സെക്രട്ടറി മാഹീൻ അബൂബക്കർ, N ഷാമോൻ, J മുഹമ്മദ് കുഞ്ഞ്, E സുധീർ, പൂക്കുഞ്ഞ് കോട്ടപ്പുറം, MA ലത്തീഫ്, A വാഹിദ്, UA റഷീദ്, മൈമൂൺ അസീസ്, A താഹ കുഞ്ഞ്, A യൂസഫ് കുട്ടി, AM നസീബ് ഖാൻ, P ബിജു, അനീസ് AK, EK നാസർ, ഷാൻ ജലാൽ, പ്രിയപ്പെട്ട കായംകുളം നിയോജക മണ്ഡലം MSFൻ്റെ ട്രഷറർ ഷിയാസ് തുടങ്ങി വേദിയിലും വേദിക്ക് താഴെയുമായി അണിനിരന്നിട്ടുള്ള നല്ലവരായ സ്നേഹിതന്മാരെ, സുഹൃത്തുക്കളെ, ഈ മുസ്ലിം ലീഗിൻ്റെ വിദ്യാർത്ഥി സംഘടനയുടെ ഈ നയവിശദീകരണ പൊതുയോഗം ശവിക്കുന്ന നല്ലവരായ ജനാധിപത്യ വിശ്വാസികളായ നാട്ടുകാരെ, അസ്സലാമു അലൈക്കും. സഹോദര സമുദായാംഗങ്ങൾക്ക് ഞങ്ങളുടെ പ്രസ്ഥാനത്തിൻ്റെ സ്നേഹാഭിവാദ്യങ്ങൾ. ശിരസ്സുയർത്തിപ്പിടിക്കുക, ആത്മാഭിമാനത്തിൻ്റെ അടയാളമാകുക എന്ന ധീരമായ ഒരു മുദ്രാവാക്യവുമായി MSFൻ്റെ നിയോജക മണ്ഡലം കമ്മിറ്റി ഇവിടെ സംഘടിപ്പിച്ച ഈ രാഷ്ട്രീയ വിശദീകരണ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ അതിയായ സന്തോഷമുണ്ട്. ഞാൻ അള്ളാഹുവെ സ്തുതിക്കുന്നു. ഇതിൻ്റെ സംഘാടകരോടുള്ള കൃതജ്ഞതയും കടപ്പാടും അറിയിക്കുകയും ചെയ്യുന്നു. നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ രാഷ്ട്രീയ പാർട്ടികൾ ധാരാളമുണ്ട്. ഓരോ കാര്യകാരണങ്ങൾ പറഞ്ഞ് ഓരോ ആളുകളെയും പ്രതിനിധാനം ചെയ്ത് നാട്ടിൽ അവരെയൊക്കെ എങ്ങനെ ഉയർച്ചയിലെത്തിക്കാം എന്നതിനെക്കുറിച്ചുള്ള കൂടിയാലോചനകളുടെ ഭാഗമായി ഓരോരുത്തരും അവരവരുടെ ഉയർച്ചയ്ക്ക് വേണ്ടി രാഷ്ട്രീയമായി സംഘടിക്കുക എന്നതിൻ്റെ സ്വഭാവത്തിൽ, ആ ശൈലിയിൽ കേരളക്കരയിൽ ന്യൂനപക്ഷ, ദളിത്, പിന്നോക്ക ജനവിഭാഗങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് ഏറെ ശ്രദ്ധേയമായ ഒരു സംഘടനയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. ഇവിടെ ഈ ചടങ്ങ് സംഘടിപ്പിക്കുമ്പോൾ നമുക്കൊക്കെ ഏറെ നൊമ്പരപ്പെടുത്തുന്ന ഒരുപാട് ഓർമ്മകളുണ്ട്. അതിൽ ഒന്ന്, ഗാസയിലെ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരന്മാർ, ആ നാട്ടിലെ പിഞ്ചോമന മക്കൾ, കുരുതിക്കളം എന്തെന്നറിയാത്ത കുരുന്നു മക്കൾ
പുസ്തകത്താളുകളിൽ മയിൽപ്പീലി വെച്ച് കിനാവ് കാണുന്ന കൊച്ചുമക്കൾ അവർ ഭക്ഷണപ്പൊതിക്ക് വേണ്ടി യാചിച്ച് കാത്തു നിൽക്കുമ്പോൾ പീരങ്കികളും മിസൈലുകളും വർഷിച്ച് ചോര പുരണ്ട ശരീരവുമായി വീട്ടിലേക്ക് ഓടി വരികയും മയ്യത്ത് കൊണ്ടുപോകാനും അത് കുളിപ്പിക്കാനുമായി മാത്രം ജനിച്ച, അതിനുവേണ്ടി മാത്രം ജീവിക്കുന്ന ഒരു നാടുമായി ഫലസ്തീൻ്റെ മണ്ണ് ഈ സമയത്ത് മാറിയിട്ടുണ്ട് എന്നുള്ള വസ്തുത നമ്മളെയൊക്കെ ഏറെ വേദനിപ്പിക്കുന്നതാണ്. 1948 അമേരിക്ക സൃഷ്ടിച്ച ഇസ്രായേൽ എന്ന സംവിധാനം അവരെ അംഗീകരിക്കാൻ ഫലസ്തീനികൾ തയ്യാറല്ലാത്തതുകൊണ്ടും ഫലസ്തീനികൾക്ക് സ്വതന്ത്രമായ ഒരു രാഷ്ട്രം എന്ന അവരുടെ ന്യായമായ അവകാശത്തെ ഹനിക്കുന്നതുകൊണ്ടും അങ്ങനെ നാട്ടിൽ ലോകത്ത് ഒരുപാട് സമര പോരാട്ടങ്ങൾ നമ്മൾ കാണുന്നു. അതിലേറെ അധികവും ജീവിതത്തിനെ എങ്ങനെ പുഷ്ടിപ്പെടുത്താൻ എന്തെല്ലാം അവകാശങ്ങൾ ഭരണകൂടത്തിൽ നിന്ന് നേടിയെടുക്കാം എന്ന സമര പോരാട്ടമാണെങ്കിൽ, ഫലസ്തീനികൾ നടത്തുന്ന സമര പോരാട്ടം ജീവിക്കാനുള്ള വകക്ക് വേണ്ടിയല്ല, ജീവിക്കാനുള്ള അവകാശത്തിന് വേണ്ടിയാണ്. അവർക്ക് ജീവിതം ദുസ്സഹമാണ്. ഒരു നാടിനെ കൊട്ടിയടക്കപ്പെട്ടു. ആ നാട് എന്ന് പറയുന്നത് നമ്മുടെ ഒരു നിയോജക മണ്ഡലത്തിൻ്റെ വലിപ്പാണ്. 20 കിലോമീറ്റർ വീതി എന്ന് പറയുന്നതും 50 കിലോമീറ്റർ നീളം എന്ന് പറയുന്നതുമൊക്കെ നമ്മുടെ നാട്ടിൽ ഒരു അസംബ്ലി നിയോജക മണ്ഡലത്തിൻ്റെ വലിപ്പാണ്. അവിടെ 16 ലക്ഷം ജനങ്ങൾ ഒന്നിച്ചു കഴിയുകയാണ്. അവർക്കാണെങ്കിൽ മറ്റുള്ളവരുടെ സഹായം കിട്ടേണ്ടുന്ന വാതിലുകളെല്ലാം കൊട്ടിയടക്കപ്പെട്ടിരിക്കുന്നു. ഇസ്രായേലിൻ്റെ താൻ പ്രമാണിത്വം കൊണ്ട്, അമേരിക്കയുടെ സഹായം കൊണ്ട് അവർക്ക് ലഭിക്കാനുള്ള മരുന്നുകൾ, ഭക്ഷണങ്ങൾ, അവർക്ക് ശ്വസിക്കാനുള്ള വായു എങ്ങനെ വരാതിരിക്കാൻ കഴിയുമെന്ന് സാങ്കേതിക വിദ്യയെക്കുറിച്ച് ആലോചിച്ച് എങ്ങനെ ഫലസ്തീനികളെ കൊല്ലാക്കൊല ചെയ്യാം എന്നതിനെക്കുറിച്ച് ആധുനിക ലോകം ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് നമ്മൾ കാണുന്ന കാഴ്ച, നമ്മൾ ഈ സമയത്തൊക്കെ ഓർക്കേണ്ടത് നമ്മളൊക്കെ സുഖലോലുപതയുടെ മെത്തയിലാണ് മേഞ്ഞു നടക്കുന്നത് എന്നാണ്. അങ്ങനെ പറഞ്ഞാൽ നമ്മുടെ മക്കളെ ഇന്ന് നമ്മൾ ചുംബിച്ചു, നമ്മുടെ മക്കളെ എടുത്തു താലോലിച്ചു. ആ മക്കൾക്ക് നമ്മൾ വേണ്ടുന്ന എന്താണോ കുട്ടി ആവശ്യപ്പെടുന്നത് അതൊക്കെ വാങ്ങിച്ചു കൊടുത്തു. എട്ടും പൊട്ടും തിരിയാത്ത പിഞ്ചോമന മക്കൾ ഒരു കളിത്തോക്ക് എങ്ങനെയാണെന്ന് കാണാത്ത പ്രായത്തിൽ വൻ തോക്കുകൾക്ക് മുമ്പിൽ അവരൊക്കെ ഇന്ന് വല്ലാത്ത ജീവിതം ദുസ്സഹമായി ഓരോ ദിനരാത്രങ്ങൾ തള്ളി നീക്കുകയാണ്. വെടിയൊച്ചയുടെ കാതൊച്ച നിലക്കാത്ത, വെടിമരുന്നിൻ്റെ ഗന്ധം വിട്ടുമാറിയിട്ടില്ലാത്ത ആ മണ്ണിൽ ഞങ്ങൾക്ക് എവിടെ നിന്നാണ് ആശ്വാസത്തിൻ്റെ, അഭയത്തിൻ്റെ ഒരു ഉറവക്കീറെങ്കിലും കണ്ടുകിട്ടുക എന്ന ഉൾത്താപത്തോടു കൂടി ആഗ്രഹിക്കുന്നു ഫലസ്തീൻ ജനത. വളരെ രാഷ്ട്രീയമായ വാദപ്രതിവാദങ്ങൾക്കും അതുപോലെ തന്നെ ആരോപണ പ്രത്യാരോപണങ്ങൾക്കുമല്ല ഗാസ സംഭവം നാം നിമിത്തമാക്കേണ്ടതും അതിനെ മറ്റൊരു കോലത്തിൽ ദുർവ്യാഖ്യാനം ചെയ്യേണ്ടതും. എല്ലാവർക്കും എന്താണോ ചെയ്യാൻ സാധിക്കുക, എന്താ ഇപ്പോൾ ഫലസ്തീനിലെ ജനതയ്ക്ക് തുരങ്കത്തിലൂടെ ഈജിപ്തിലെ പാവപ്പെട്ട യുവാക്കൾ ദ്വാരമുണ്ടാക്കി തുരങ്കത്തിലൂടെ ഭക്ഷണം എത്തിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് വല്ലാത്തൊരു ദുരവസ്ഥ തന്നെയാണ്. മാത്രമല്ല അവർക്ക് കിട്ടുന്നത് എന്താണ്? ഈ ലോകത്തെ പാവപ്പെട്ട, മനുഷ്യത്വം മരവിക്കാത്ത, മസ്തിഷ്ക പ്രക്ഷാളനം ബാധിക്കാത്ത മനുഷ്യസ്നേഹികളുടെ പ്രാർത്ഥന, ദുആ ആണ്. ആ പ്രാർത്ഥനയാണ് ഏറ്റവും ചുരുങ്ങിയത് ഇവർക്ക് വേണ്ടി നമ്മളൊക്കെ നടത്തേണ്ടത്. പിന്നെ മറ്റൊന്ന്, ഐക്യരാഷ്ട്ര സംഘടനയുടെ പേരിൽ ലോക സമാധാനത്തിന് വേണ്ടി ഊറ്റം കൊള്ളുന്ന പല വൻകിട രാഷ്ട്രീയ തമ്പുരാക്കന്മാരും വൻകിട രാഷ്ട്രങ്ങളും ഒക്കെ ഈ കാര്യത്തിൽ അമേരിക്കയുടെ ചൊൽപ്പടിക്ക് ഒപ്പം നിന്നുകൊണ്ട്, ചൊൽപ്പടിക്ക് വശംവദരായിക്കൊണ്ട് പാവപ്പെട്ട ഈ ജനതയെ കൊന്നൊടുക്കുമ്പോൾ അവരുടെ കയ്യിൽ ആകെയുള്ളത് കണ്ണീരും അതുപോലെ തന്നെ കാലിയായ പാത്രങ്ങളും മാത്രമാണ്. ആ ഫലസ്തീൻ ജനത ഇന്ന് നരകയാതന അനുഭവിക്കുമ്പോൾ നമ്മുടെ ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ നമ്മുടെ മഹത്തായ ഇന്ത്യ മഹാരാജ്യം അവർക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടും സഹായം ചെയ്തുകൊണ്ടും പല തവണകളായി, പ്രത്യേകിച്ച് മൻമോഹൻ സിംഗിൻ്റെ ഗവൺമെൻറ്, നമുക്കറിയാം കഴിഞ്ഞ തവണ മഹാനായ ഇ അഹമ്മദ് സാഹിബ് യാസർ അറഫാത്ത് മരിക്കുന്നതിന് മുമ്പേ
ലോക മുസൽമാൻ്റെ ആദ്യത്തെ ഖിബലയായ ബൈത്തുൽ മുഖദ്ദസിൽ